നമസ്കാരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയും തീരദേശ ജനതയും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. മുനമ്പം ഭൂമി പ്രശ്നം മുതൽ വിഴിഞ്ഞം പുനരധിവാസം വരെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കേരളത്തിലെ തീരദേശ ജനതയുടെയും ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെയും നീറുന്ന പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? ലത്തീൻ സമൂഹത്തിന്റെ വോട്ടുകൾ ഏതെങ്കിലും പാർട്ടികൾക്ക് മാത്രമുള്ളതാണോ? ഈ വിഷയത്തിൽ സഭയുടെ നിലപാടെന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വോട്ടർമാർ ഒരു നിർണായക ശക്തിയാണ്. വരാപ്പുഴ, തിരുവനന്തപുരം അതിരൂപതകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വോട്ടർമാരുടെ നിലപാടുകൾ പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ നിശ്ചയിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏകദേശം 35 മുതൽ 40 വരെ മണ്ഡലങ്ങളിൽ ലത്തീൻ വോട്ടർമാർക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരദേശ സീറ്റുകളിൽ ലത്തീൻ സമുദായത്തിൽ ഉൾപ്പെടുന്ന തീരദേശ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ്. വിഴിഞ്ഞം പുനരധിവാസവും തീരശോഷണവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ തീരശോഷണവും വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവും ഇന്നും പൂർണ്ണമായിട്ടില്ല എന്നത് സമുദായം ഉയർത്തിക്കാട്ടുന്ന പ്രധാന പ്രശ്നമാണ്. അതോടൊപ്പം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മുനമ്പത്തെ ഭൂമി തർക്കവും. ഈ വിഷയത്തിൽ വർഷങ്ങളായി സഭ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ ശാശ്വത പരിഹാരം കൊണ്ടുവന്നിട്ടില്ല. മൂലംപള്ളി പുനരധിവാസവും എടുത്തു പറയേണ്ട ഒന്നാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലംപള്ളി നിവാസികളുടെ പുനരധിവാസം കേരളം അതിദാരിദ്ര്യമുക്തമാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടും മുടങ്ങിക്കിടക്കുന്ന വിഷയമാണ്. പുനരധിവാസ ഭൂമിയിൽ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ലെന്ന് 2008 ഹൈക്കോടതി വിധി നിലനിൽക്കെ കടമക്കുടി പഞ്ചായത്ത് കയ്യേറി ഇവിടെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട്. കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ വേദന സർക്കാർ അറിഞ്ഞിട്ടുണ്ടാകുമോ? ആലപ്പുഴ, കൊല്ലം തീരദേശവാസികളെ ബാധിക്കുന്ന മറ്റൊരു ഗുരുതര പ്രശ്നമാണ് കൊല്ലം കരിമണൽ ഖനനവും കടലാക്രമണവും. ഈ മേഖലയിലെ ടെട്രാപോഡ് ഉൾപ്പെടെയുള്ള അഭാവവും വലിയ ആശങ്കയാണ്. അപകടം നേരിടുന്ന ഉൾനാടൻ തുരുത്തുകൾ ഇനി വേറെയുമുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള ഇടവനക്കാട് ഉൾപ്പെടെയുള്ള ഉൾനാടൻ ദ്വീപുകളിലെയും തുരുത്തുകളിലെയും കുടിവെള്ളക്ഷാമം, യാത്രാക്ലേശം എന്നിവയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ലത്തീൻ ക്രൈസ്തവർ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയും ദുരിതവും ഈ സർക്കാർ കണ്ടില്ലെന്ന് തന്നെ വേണം കരുതാൻ. പിന്നോക്ക ക്രൈസ്തവരുടെ ക്ഷേമത്തിനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടുത്തിടെയാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. ലത്തീൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിരുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ട് ആരിനി നടപ്പിൽ വരുത്തുമെന്നതും ചോദ്യമായി അവശേഷിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കായി പ്രത്യേക പാക്കേജുകളും ക്ഷേമ പദ്ധതികളും കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവ നടപ്പിലാക്കുക എന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. ഇനി ഈ വിഷയത്തിൽ ഓരോ മുന്നണികളും കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് എന്താണെന്ന് നോക്കാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതും തീരദേശ വികസനത്തിനായി ബജറ്റിൽ മാറ്റിവെച്ച തുകയും ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത്. എന്നാൽ വിഴിഞ്ഞം, മുനമ്പം പ്രശ്നങ്ങളിൽ സർക്കാർ തലത്തിലുള്ള പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും 10 വർഷമായി പറയുന്നതെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിപ്പിക്കുന്നതും ജനം കാണുന്നുണ്ടാകണം. മത്സ്യത്തൊഴിലാളി പുനരധിവാസത്തിലെ സർക്കാരിന്റെ വീഴ്ചകളും തീരദേശ സംരക്ഷണത്തിലെ പരാജയവും UDF പ്രധാന ആയുധമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കലാണ് ശ്രമം. മുനമ്പം വിഷയത്തിൽ സഭയുടെ ആശങ്കയ്ക്കൊപ്പം നിൽക്കാനും കേന്ദ്ര പദ്ധതികൾ തീരദേശത്ത് എത്തിക്കുവാനും ശ്രമിച്ചു എന്ന രീതിയിൽ BJPയും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ലത്തീൻ സഭയുടെ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ അടിമത്തമില്ലാത്ത അതിജീവന രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പാർട്ടി വേർതിരിവില്ലാതെ തങ്ങളുടെ അതിജീവന പ്രശ്നങ്ങളിൽ ആര് കൂടെ നിൽക്കുന്നുവോ അവർക്കൊപ്പം എന്നതാണ് സഭയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപിത നിലപാട്. വിഴിഞ്ഞത്തെ പുനരധിവാസവും മുനമ്പത്തെ ഭൂമി പ്രശ്നവും ഏതെങ്കിലും രാഷ്ട്രീയ കൊടിയുടെ കീഴിലല്ല, മറിച്ച് മനുഷ്യരുടെ കിടപ്പാടത്തിനായുള്ള പോരാട്ടങ്ങളാണ്. ഇത് മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും ഭൂമിയും സംരക്ഷിക്കുവാൻ കൃത്യമായ ഉറപ്പുകൾ നൽകുന്നവർക്കായിരിക്കും ഇത്തവണ ലത്തീൻ വോട്ടുകൾ ലഭിക്കുക. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ എത്രത്തോളം വേഗത്തിൽ നടപ്പിലാക്കും എന്നതും വോട്ടർമാരെ സ്വാധീനിക്കും. ചുരുക്കത്തിൽ ഉപരിവിപ്ലവമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കപ്പുറം തീരത്തിന്റെ നീതി ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കും 2026 ലത്തീൻ ക്രൈസ്തവരുടെ വോട്ട്.